Good afternoon. Today we are discussing about the gastroretentive drug delivery system. Okay. In the last class we have just given an explanation. Today I am discussing about the advantages, disadvantages and different types of gastroretentive drug delivery system, which is also called as GRDDS. Okay. Gastroretentive drug delivery system. So, as you all know, oral administration is the most convenient mode of drug delivery and is associated with superior patient compliance as compared to other modes of drug intake. The oral absorption of drug is often limited due to short gastric retention time. That is, the time required for the content of the stomach to enter the small intestine. സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഡ്രഗ് റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് റീറ്റെൻഷൻ ടൈം എന്ന് പറയുന്നത്. സോ ഓറൽ അബ്സോർപ്ഷൻ, ഡ്രഗിൻ്റെ ഓറൽ അബ്സോർപ്ഷൻ ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഗ്യാസ്ട്രിക് റീറ്റെൻഷൻ ടൈം. ഡ്രഗ് ദാറ്റ് ആർ ഈസിലി അബ്സോർബ്ഡ് ഫ്രം ദി GIT ആൻഡ് ഹാവ് എ ഷോർട്ട് ഹാഫ് ലൈഫ് ആർ എലിമിനേറ്റഡ് ക്വിക്ലി ഫ്രം ദ ബ്ലഡ് സർക്കുലേഷൻ. സോ ദി റിക്വയർ ഫ്രീക്വൻറ്റ് ഡോസിങ്. ഡ്രഗ്സ് ബെറ്ററായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നതോ അല്ലെങ്കിൽ ഷോർട്ട് ഹാഫ് ലൈഫോ ഉള്ള ഡ്രഗ്സ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷനിൽ പെട്ടെന്ന് തന്നെ എൻ്റർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ എലിമിനേഷനും ഫാസ്റ്ററായിട്ട് നടക്കും. സോ നമുക്ക് നമ്പർ ഓഫ് ഡോസസ്, ഫ്രീക്വൻസി ഓഫ് ഡോസിങ് അങ്ങനെയുള്ള ഡ്രഗ്സിന് കൂടുതലായിരിക്കും. സോ ഫ്രീക്വൻസി ഓഫ് ഡോസിങ് കൂടുമ്പം തന്നെ വാട്ട് ഹാപ്പൻ, നമുക്ക് മിസ്സിങ്ങിനുള്ള ചാൻസും കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള ഡ്രോബാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറൽ സസ്റ്റെയിൻഡ് കൺട്രോൾ റിലീസ് ഫോർമുലേഷൻസ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, as an attempt to release the drug slowly in the GIT and maintain an effective drug concentration in the serum for a longer period of time. കൺവെൻഷണൽ ആയിട്ടുള്ള ഓറൽ ഫോർമുലേഷൻസിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ റിലീസ് ഫോർമുലേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ the controlled release formulations-ന് such oral drug delivery devices have a physiological limitation of gastric retention time. അതായത് gastric variable and short gastric emptying time can result in incomplete drug release from the drug delivery system. നമ്മൾ കൺവെൻഷണൽ ഫോംസിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്യാനാണ് കൺട്രോൾ റിലീസ് എന്നുള്ളൊരു അപ്രോച്ച് കൊണ്ടുവന്നത്. പക്ഷേ കൺട്രോൾ റിലീസിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ഡോസേജ് ഫോമിൻ്റെ റിലീസും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഗ്യാസ്ട്രിക് റീറ്റെൻഷൻ ടൈമിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് ടൈം പെട്ടെന്നാണെങ്കിൽ എന്ത് പറ്റും, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രഗ് റിലീസ് മാത്രമേ കൺട്രോൾ റിലീസ് എന്ന് പോസിബിൾ ആവത്തുള്ളൂ. സോ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനാണ് നമ്മൾ ഗ്യാസ്ട്രോ റീറ്റെൻസീവ് ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്ന ഒരു അപ്രോച്ച് കൊണ്ടുവന്നത്. ഗ്യാസ്ട്രോ റീറ്റെൻസീവ് ഡ്രഗ് ഡെലിവറി ഈസ് ആൻ അപ്രോച്ച് ടു പ്രൊലോങ് ദി ഗ്യാസ്ട്രിക് റെസിഡൻസ് ടൈം, thereby targeting site-specific drug delivery in the upper gastrointestinal tract for local as well as systemic effects. ഓക്കെ, നമ്മൾ കൺട്രോൾ റിലീസ് ഫോർമുലേഷൻസിൽ ഗ്യാസ്ട്രിക് റീറ്റെൻഷൻ ടൈമിനനുസരിച്ച് ഡ്രഗിൻ്റെ ഫുള്ളായിട്ടുള്ള ഡ്രഗ് റിലീസ് ആവാത്ത കേസസ് വരുന്നതുകൊണ്ട് അത് ഓവർകം ചെയ്യാനാണ് ഗ്യാസ്ട്രോ റീറ്റെൻസീവ് ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്ന ഒരു അപ്രോച്ച് കൊണ്ടുവന്നത്. അതിൽ നമ്മൾ ഗ്യാസ്ട്രിക് റെസിഡൻസ് ടൈം, ഡ്രഗിൻ്റെ ഗ്യാസ്ട്രിക് റെസിഡൻസ് ടൈം പ്രൊലോങ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് GI ട്രാക്കിൽ ലോക്കൽ എഫക്ട്സ് അല്ലെങ്കിൽ സിസ്റ്റമിക് എഫക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ, ടാർഗറ്റഡ് സൈറ്റിൽ ഡ്രഗ് റിലീസസ് നടക്കുന്നതാണ് ഗ്യാസ്ട്രോ റീറ്റെൻസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത്. ഗ്യാസ്ട്രോ റീറ്റെൻസീവ് ഡോസേജ് ഫോം ക്യാൻ റിമെയിൻ ഇൻ ദി ഗ്യാസ്ട്രിക് റീജിയൻ ഫോർ ലോങ്ങർ പീരീഡ് ആൻഡ് ഹെൻസ് സിഗ്നിഫിക്കൻ്റ്ലി പ്രൊലോങ് ദി ഗ്യാസ്ട്രിക് റീറ്റെൻഷൻ ടൈം ഓഫ് ദി ഡ്രഗ്. ഓക്കെ, അത്രയാണ് GRDDSൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് ഡ്രഗ് കാൻഡിഡേറ്റ് ഫോർ GRDDS. ഗ്യാസ്ട്രോറിറ്റെൻസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിനുള്ള ഡ്രഗ്സിന് സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ. The gastroretentive drug delivery systems are suitable for the following type of drug therapy. First one is drugs those are locally active in the stomach. അതായത് സ്റ്റൊമക്കിൽ നമുക്ക് ലോക്കൽ ആക്ഷൻ കിട്ടേണ്ട ഡ്രഗ്സ് ലൈക്ക് മിസോപ്രോസ്റ്റോൾ, ആൻറ്റാസിഡ്സ് ഒക്കെ വരുന്നത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഡ്രഗ്സ് ദാറ്റ് ഹാവ് എ നാരോ അബ്സോർപ്ഷൻ വിൻഡോ ഇൻ ദ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ക് ലൈക്ക് ലീവോഡോപ്പ, പാരാമിനോ ബെൻസോയിക് ആസിഡ്, ഫ്യൂറോസെമൈഡ്, റൈബോഫ്ലെവിൻ പോലുള്ള ഡ്രഗ്സ് വരുന്നത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ദോസ് ആർ അൺസ്റ്റേബിൾ ഇൻ ദ intestinal or colonic environment. Example captopril, ranitidine hydrochloride, metronidazoles ഒക്കെ. Fourth one is drugs that disturbs normal colonic microbes, antibiotics against Helicobacter pylori.
Fifth one is drugs that exhibit low solubility at high pH value like diazepam, chlordiazepoxide, verapamil, etc. Okay, ഇത്രയാണ് GRDDSനുള്ള ഡ്രഗ്സിൻ്റെ കാറ്റഗറീസ് ക്രൈറ്റീരിയ സെലക്ഷനുള്ള ക്രൈറ്റീരിയസ് എന്ന് പറയുന്നത്. Now let's see what are the advantages of gastroretentive drug delivery system. First one is enhanced bioavailability, reduced frequency of dosing, target therapy for local ailments in the upper GI tract-ലുള്ള local disease ailments-ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസ് കംപ്ലൈൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. പിന്നെ പേഷ്യൻ്റ് കംപ്ലൈൻറ്റ്സ് കൂടുതലായിരിക്കും. ഇംപ്രൂവ്ഡ് തെറാപ്യൂട്ടിക് എഫിക്കസി. അതുപോലെ തന്നെ GRDDS ഗ്രേറ്റ്ലി ഇംപ്രൂവ്സ് ഫാർമക്കോതെറാപ്പി ഓഫ് ദി സ്റ്റൊമക് ത്രൂ ലോക്കൽ ഡ്രഗ് റിലീസ് ലീഡിംഗ് ടു ഹൈ ഡ്രഗ് കോൺസെൻട്രേഷൻ അറ്റ് ദ ഗ്യാസ്ട്രിക് മ്യൂക്കോസ. ദാറ്റ് ഈസ് ഫോർ ഇറാഡിക്കേറ്റിംഗ് H. pylori ഫ്രം ദി submucosal tissue of the stomach and also making it possible to treat stomach and duodenal ulcers, gastritis and esophagitis, reduce the risk of gastric carcinoma and control release of antacid formulation. All these are possible by the concept of GRDDS. And the last one is GRDDS can be used as a carrier for the drug which are absorbed from the absorption windows in the stomach like various antibiotics, antivirals and antifungal agents. These are the main advantages of gastroretentive drug delivery system. Now let's see what are the disadvantages. Disadvantages, there are certain situations where the gastric retention is not desirable. അതായത് നമുക്കിപ്പം ആസ്പിരിൻ പോലുള്ള ഡ്രഗ്സ് നമുക്കറിയാം ഇറ്റ് വിൽ കോസസ് ഗ്യാസ്ട്രിക് ലീഷൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെ സ്ലോ റിലീസും കൂടി ആകുമ്പം ഗ്യാസ്ട്രിക് ലീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ ആ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ആസ്പിരിൻ പോലുള്ള ഡ്രഗ്സ് നമ്മൾ GRDDS ഫോമിൽ ഫോമുലേറ്റ് ചെയ്താൽ അത് അഡ്വാൻറ്റേജിനേക്കാളും കൂടുതൽ ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, there are certain situations where the gastric retention is not desirable. Aspirin and non-steroidal anti-inflammatory drugs are known to cause gastric lesions and slow release of such drugs in the stomach is unwanted. ഓക്കെ, സെക്കൻഡ് കാറ്റഗറി ഈസ് ദിസ് ഡ്രഗ്സ് ദാറ്റ് അപ്പം അതുപോലെ ഡ്രഗിന് സ്റ്റൊമക് ലൈനിങ്സിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആസ്പിരിൻ പോലുള്ള ഡ്രഗ്സ് പിന്നെ എന്താ or unstable in its acidic environment should not be formulated in gastroretentive systems. Okay, the drugs that may be irritate the stomach lining or are unstable in the acidic environment should not be formulated in gastroretentive system. Furthermore, other drugs such as isosorbide dinitrate that are absorbed equally well through the GIT will not be suitable for incorporation into gastric retention time. Better ആയിട്ട് absorption നടക്കുന്ന drugs, GI tract-ൽ better absorption നടക്കുന്ന drugs ആണെങ്കിൽ there is no need for converting them into GRDDS form. Okay, പിന്നെ GRDDSൻ്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ് ഓഫ് ഹൈ ലെവൽ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ സ്റ്റൊമക് ഫോർ ദ ഡെലിവറി സിസ്റ്റം ടു ഫ്ലോട്ട് ആൻഡ് വർക്ക് എഫിഷ്യൻ്റ്ലി. ഫ്ലൂയിഡ് ഇൻ ദ സ്റ്റൊമക്കിലുള്ള ഫ്ലൂയിഡ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എഫക്റ്റീവ്നെസ് വരുന്നത്. റിക്വയർ ദ പ്രസൻസ് ഓഫ് ഫുഡ് ടു ഡിലേ ഗ്യാസ്ട്രിക് എംറ്റിയിങ്. ഡ്രഗ്സ് വിച്ച് അണ്ടർഗോ സിഗ്നിഫിക്കൻറ്റ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം may not be desirable candidate for floating drug delivery system since the slow gastric emptying may lead to alter the systemic bioavailability. Okay, first pass metabolism undergo ചെയ്യുന്ന ഡ്രഗ്സ് നമുക്ക് ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറിയിൽ suitable ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് അല്ല. ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നോക്കുന്നുണ്ട്. Drugs having solubility or stability problems in the highly acidic gastric environment or which are irritant to gastric mucosa cannot be formulated as gastroretentive drug delivery system. ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹൈ ലെവൽ ഫ്ലൂയിഡ് ഇൻ ദ സ്റ്റൊമക്ക് വേണം. അതുപോലെ തന്നെ ഫുഡിൻ്റെ പ്രസൻസ് ഗ്യാസ്ട്രിക് എംറ്റിങ്ങിനെ ഡിലേ ആക്കും. പിന്നെ ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിൻ്റെ കാര്യം പറയാം. അതുപോലെ തന്നെ സോലബിലിറ്റി സ്റ്റെബിലിറ്റി പ്രോബ്ലംസസ്, ഹൈ അസിഡിക് എൻവിറോൺമെൻറ്റിൽ സോലബിലിറ്റി സ്റ്റെബിലിറ്റി പ്രോബ്ലംസസ് ഉള്ള ഡ്രഗ്സും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് മ്യൂക്കോസിൽ ഇറിറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സും GRDDS ഫോമിൽ ഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഇനി now let's see what is gastroretentive technologies. Gastroretentive technologies, different development approaches have been frequently utilized in pharmaceutical industry with improved gastric retention capabilities in the GIT
ഡിഫറെൻറ്റ് അപ്രോച്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഉണ്ട്, അതായത് ഡ്രഗ് സ്റ്റൊമക്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, ഗ്യാസ്ട്രിക് കണ്ടന്റിന് മേലെ ഡ്രഗ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ഫ്ലോട്ടിംഗ് ഡോസേജ് ഫോംസ് ഉണ്ട്. സ്വെല്ലിംഗ് ആൻഡ് എക്സ്പാൻഡബിൾ സിസ്റ്റംസ് ഉണ്ട്, അതായത് നമ്മൾ ഡ്രഗ് കഴിച്ചാൽ സ്റ്റൊമക്കിൽ വെച്ച് സ്വെല്ല് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യും. സ്വെല്ല് ചെയ്യുമ്പോൾ സൈസ് കൂടുന്നതുകൊണ്ട് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്വെല്ലിംഗ് ആൻഡ് എക്സ്പാൻഡബിൾ സിസ്റ്റംസ്. ബയോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഉണ്ട്, അതായത് അഡ്ഹഷൻസ് ടു സ്റ്റൊമക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്, അതാണ് ബയോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ആൻഡ് അതർ ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് ഡിവൈസസ്, അതായത് സെഡിമെൻറ്റേഷൻ ഓഫ് പെല്ലറ്റ്സ് പോലുള്ള വേറെ കൺസെപ്റ്റ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. First one is the high density system. High density system കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. These systems can withstand peristaltic movement of the stomach by retaining active drug molecule in the stomach. These dosage forms have good ability to withstand peristaltic movement of the stomach wall because these are pellets of high density, and if patient is in upright posture, then these pellets sink to the bottom of the stomach due to high density and entrapped in the folds of the antrum. Density of gastric content is nearly about 2.5 gram per centimeter cube, which is sufficiently effective to prolong the gastric residence time. An effective development approach for the preparation of this formulation is, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ കോർ ഡ്രഗിന് കോട്ടിങ് കൊടുക്കുന്നത്, ഡ്രഗ് കോട്ടഡ് ബൈ ഹെവി കോർ വിത്ത് drug coated heavy core with barium sulfate, iron powder, zinc oxide, titanium oxide പോലുള്ള ഡെൻസിറ്റി കൂടിയ മെറ്റീരിയൽസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഡ്രഗിൻ്റെ ഡെൻസിറ്റി അറൗണ്ട് നമുക്ക് ഗ്യാസ്ട്രിക് റീറ്റൻഷന് വേണ്ടിയിട്ടുള്ള 1.5 to 2.4 ആ റേഞ്ചിനകത്തേക്ക് വരും. സോ വിച്ച് വിൽ പ്രൊവൈഡ് എ ഹൈ ഡെൻസിറ്റി സിസ്റ്റം ആൻഡ് ഹെൽപ്പ് ടു പ്രൊലോങ് ദി ആക്ഷൻ ഓഫ് ഡ്രഗ് ഇൻ ദി സ്റ്റൊമക്ക്. ഓക്കെ, after this step, these materials increases the density of dosage form up to 1.5 to 2.4 gram per centimeter cube, which is close to the density of gastric content. Gastric content inde density ആയിട്ട് closer ആവും. So it will എന്താ കുറച്ചുകൂടെ ഇതിൽ റീടെൻഷൻ ടൈം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഹൈ ഡെൻസിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് എക്സ്പാൻഡിങ് സിസ്റ്റംസ്. എക്സ്പാൻഡിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇഫ് സൈസ് ഓഫ് ദ ഡോസേജ് ഫോം ഈസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ദ പൈലോറിക് സ്ഫിങ്ക്ചർ ഓഫ് ദ സ്റ്റൊമക്, ദിസ് ടൈപ്പ് ഓഫ് ഡോസേജ് ഫോം ഈസ് സൂട്ടബിൾ ടു റെസിസ്റ്റ് ഗ്യാസ്ട്രിക് ട്രാൻസിറ്റ് പ്രോപ്പർട്ടി ഓഫ് ദി സ്റ്റൊമക്. അതായത് ഡ്രഗ് എക്സ്പാൻഡ് ചെയ്ത് സൈസ് കൂടിയിട്ട് പൈലോറിക് സ്ഫിങ്ക്ചർ വഴി പുറത്തേക്ക് പോകാൻ പറ്റാതെ വരും. അപ്പോൾ എന്ത് കിട്ടും, അതിൻ്റെ ട്രാൻസിറ്റ് ടൈം കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടുന്നത്, എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. Okay, with consideration of large size regarding gastric transit, but size of the dosage form must be small enough so that it can be easily swallowed by the patients without causing any type of obstruction in stomach when used in single or in combination. നമ്മൾ ഡോസേജ് ഫോം കഴിക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി സ്മോൾ സൈസ് ആയിരിക്കണം. സ്റ്റൊമക്കിൽ വൺസ് ഇറ്റ് റീച്ചസ് ദി സ്റ്റൊമക്ക് അവിടെ വെച്ചിട്ടായിരിക്കണം എക്സ്പാൻഷൻ നടന്ന് സൈസ് കൂടുന്നത്. ഓക്കെ, ഫോർ യൂട്ടിലൈസേഷൻ അപ്പോൾ നമ്മൾ കഴിക്കുമ്പം ചെറിയ ഡ്രഗ് ആയിരിക്കും, അകത്തെത്തും കഴിയുമ്പം എക്സ്പാൻഷൻ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 3 പാരാമീറ്റേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഫോർ യൂട്ടിലൈസേഷൻ ഓഫ് എക്സ്പാൻഡിങ് അപ്രോച്ചസ് ഫോർ ഗ്യാസ്ട്രിക് റീടെൻഷൻ ദർ ഈസ് റിക്വയർമെൻറ്റ് ഓഫ് 3 മെയിൻ പാരാമീറ്റർ. ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞ സ്മോൾ സൈസ് ആയിരിക്കണം, ഓറൽ ഇഞ്ചക്ഷൻ പോസിബിൾ ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് ദർ ആർ മെയിൻലി 2 അപ്രോച്ചസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസൈൻ ദി എക്സ്പാൻഡിങ് സിസ്റ്റം. അതാണ് സ്വെല്ലബിൾ സിസ്റ്റം ആൻഡ് അൺഫോൾഡബിൾ സിസ്റ്റവും സൂപ്പർ പോറസ് ഹൈഡ്രോജൽ സിസ്റ്റവും വരുന്നത്. ഫസ്റ്റ് വൺ സ്വെല്ലബിൾ സിസ്റ്റം ആൻഡ് അൺഫോൾഡബിൾ സിസ്റ്റം. അതിൽ സ്വെല്ലിംഗ് സിസ്റ്റംസ് ആർ ടൈപ്പ് ഓഫ് ഗാസ്ട്രോറിറ്റൻസീവ് സിസ്റ്റം വിച്ച് ആഫ്റ്റർ കോൺടാക്ട് വിത്ത് ഗ്യാസ്ട്രിക് കണ്ടന്റ് swells to large size and pyloric sphincter prevent the passage of swelled dosage form due to its large size. Okay, these dosage forms are retained in the stomach for prolonged period of time due to swelling of the dosage form. Sometimes these gastric retentive dosage forms are also known as plug type dosage form. കാരണം അതവിടെ ബിക്കോസ് അതവിടെ നമ്മൾ പൈലോറിക് സ്ഫിങ്ക്ചറിൽ ലോഡ്ജ്ഡ് ആയിട്ട് പ്ലഗ്ഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് പ്ലഗ് ടൈപ്പ് ഡോസേജ് ഫോംസ് എന്ന് പറയുന്നത്. യൂട്ടിലൈസേഷൻ ഓഫ് പോളിമറിക് മെറ്റീരിയൽ വിച്ച് ഹാവ് സ്വെല്ലിംഗ് പ്രോപ്പർട്ടി ഇൻ പ്രസൻസ് ഓഫ് ഗ്യാസ്ട്രിക് ഫ്ലൂയിഡ് ഇൻക്രീസ് ദി സൈസ് ഓഫ് ഡോസേജ് ഫോം. Control over swelling rate and polymer erosion is important factor in maintenance of maximum therapeutic effect and minimization of unwanted side effects.
സ്വെല്ലിംഗ് റേറ്റും പോളിമർ ഇറോഷനും കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം എഫക്റ്റും മിനിമം സൈഡ് എഫക്ട്സും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. Swelling behavior of these formulations are due to osmotic absorption of water, and size of the dosage form is optimum for easy swallowing and makes them effectively suitable for gastric retention. Unfoldable type of gastric retentive dosage forms are generally prepared by using biodegradable polymeric material. These systems occur in different geometric arrangements such as tetrahedron, ring or planar arrangement made up of bioerodible polymers packed within a capsule which have an extendability in the stomach and improved gastric retention. Stomach il ettunna samayam water fluid absorb ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് സൈസ് കൂടുന്നതാണ് സ്വെല്ലബിൾ സിസ്റ്റംസ് ഓർ അൺഫോൾഡബിൾ സിസ്റ്റംസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് നമ്മൾ എക്സ്പാൻഡിങ് സിസ്റ്റത്തിൽ 3 പാരാമീറ്റേഴ്സ് പറഞ്ഞാൽ ഫസ്റ്റ് സ്മോൾ സൈസ് ആയിരിക്കണം, നമുക്ക് ഓറലി ഇഞ്ചക്ഷൻ പോസിബിൾ ആയിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്വെല്ലബിൾ സിസ്റ്റം ആൻഡ് അൺഫോൾഡബിൾ സിസ്റ്റം. തേർഡ് വൺ ആണ് സൂപ്പർ പോറസ് ഹൈഡ്രോജൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. സൂപ്പർ പോറസ് ഹൈഡ്രോജൽസസ് ആർ സ്വെല്ലബിൾ ടൈപ്പ് ഓഫ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം that differ from the conventional type of dosage forms. Conventional hydrogels എന്ന് പറഞ്ഞാൽ slower water absorption process ആയിരിക്കും with pore size ranging from 10 nanometer to 10 micrometer. To reach an equilibrium state, it may take several hours, during which early evacuation of the drug delivery system may occur. ഇപ്പോൾ നോർമൽ കൺവെൻഷണൽ ഹൈഡ്രോജൽസസ് ആണെങ്കിൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ കുറേ ടൈം എടുത്ത് സ്വെല്ല് ചെയ്യാനും ടൈം എടുക്കും. സോ സൂപ്പർ പോറസ് ഹൈഡ്രോജൽസസ് ആണെങ്കിൽ ദാറ്റ് സ്വെൽസ് വിത്തിൻ എ മിനിറ്റ് ടു attain the equilibrium size average due to rapid water uptake by capillary wetting through the membrane numerous interconnected open pores. Moreover, they swells to a large size and are intended to have sufficient mechanical strength to withstand the pressure by gastric contraction. ഇതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഫോർമുലേഷൻ ഓഫ് ഹൈഡ്രോഫിലിക് പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ദാറ്റ് ഈസ് ക്രോസ് കാമലോസ് സോഡിയം പോലുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് എക്സ്പാൻഡിങ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ GRDDSൽ ഹൈ ഡെൻസിറ്റി സിസ്റ്റംസ് നോക്കി, എക്സ്പാൻഡബിൾ സിസ്റ്റംസ് നോക്കി. തേർഡ് വൺ ആണ് ബയോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ബയോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആർ ഗാസ്ട്രോ റിറ്റൻസീവ് ടൈപ്പ് ഓഫ് ഡോസേജ് ഫോംസ് എഫക്റ്റീവ്ലി ഇൻക്രീസസ് സൈറ്റ് സ്പെസിഫിക് അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് ആഫ്റ്റർ ഓറൽ അഡ്മിനിസ്ട്രേഷൻ. Bioadhesive polymeric materials are used to achieve adhesion of dosage form to the epithelial surface of the gastric region and prolong the gastric residence time. Bioadhesive systemത്തിൽ നമ്മൾ ഡ്രഗ് ബയോഅഡ്ഹസീവ് പോളിമേഴ്സ് ആയിട്ടായിരിക്കും കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ വൺസ് അത് സ്റ്റൊമക്കിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ വെച്ചിട്ട് എന്താ പറ്റുകയെന്ന് വെച്ചാൽ സ്റ്റൊമക്കിൽ ലെയർ സെല്ലിൻ്റെ മേലെ അത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. എപ്പിത്തീലിയൽ സർഫസിൽ അഡ്ഹർ ചെയ്തിട്ട് അവിടെ നിന്ന് അഡ്ഹർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഗാസ്ട്രിക് റെസിഡൻസ് ടൈം പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗാസ്ട്രിക് റെസിഡൻസ് ടൈം എൻഹാൻസ് ചെയ്യാനും പറ്റും. ഓക്കെ, dosage form can show bioadhesive properties by different mechanisms which are based upon simple process in which dosage form adhere to the surface of the mucous membrane. Frequently used polymeric materials for bioadhesive purposes are chitosan, cholestyramine, sodium alginate, polyacrylic acid, hydroxypropyl methyl cellulose, tragicans, dextrin and polylactic acids, etc. But there are some constraints are associated with these polymeric materials because some of these materials effectively produce bioadhesive property but difficult to maintain this adhesiveness due to the rapid turnover rate of mucus in gastric tract. Gastric tractiലുള്ള mucusന്റെ rapid turnover കൊണ്ട് ഈ bioadhesivenessന്റെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസസ് ഉണ്ട്. ഓക്കെ, അത്രയാണ് ബയോ അഡ്ഹസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് വെച്ചാൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ബോയൻസിൻ്റെ മെക്കാനിസം ഓഫ് ബോയൻസിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ മെക്കാനിസം ഓഫ് ബോയൻസി 2 distinctly different technologies have been utilized in the development of floating drug delivery systems which are effervescent systems ഉണ്ട്, നോൺ effervescent systems ഉണ്ട്. എഫർവസൻസ് സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ എഫർവസൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, അതായത് ആൽക്കലിയും ആസിഡും സോഡിയം ബൈകാർബണേറ്റ് സിട്രിക് ഓർ ടാർട്ടാറിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എഫർവസൻസിൻ്റെ പ്രസൻസിൽ ഡ്രഗ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ് എഫർവസൻസ് സിസ്റ്റത്തിൽ വരുന്നത്.
Okay, effervescent system, those buoyant delivery system that are prepared with swellable polymers such as methocell or polysaccharides, for example chitosan, and effervescent components like sodium bicarbonate and citric acid or tartaric acid, or matrices containing chamber of liquid that gasify at body temperature. ഓക്കെ, ഇതിൽ എഫർവസൻ സിസ്റ്റത്തിൽ മെയിനായിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് ഒന്നിക്കലും നമ്മൾ എഫർവസൻ മെറ്റീരിയൽസ് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സിട്രിക്കോ ടാർട്ടാറിക് ആസിഡ്സ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ പോളിമേഴ്സിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡ് ചേമ്പേഴ്സ് ഉണ്ടാവും ദാറ്റ് ബോഡി ടെമ്പറേച്ചറിൽ ഗ്യാസിഫൈ ചെയ്യുന്ന ലിക്വിഡ്സ് ഉണ്ടാവും. The matrices are fabricated so that upon contact with the gastric fluid, carbon dioxide is liberated by the acidity of the gastric content and is entrapped in the gelled hydrocolloid. This produces an upward motion of the dosage form and maintains its buoyancy. Okay. Effervescent system നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. മൾട്ടിപ്പിൾ യൂണിറ്റ് ഓറൽ ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഉണ്ട്, ഇൻഫ്ലേറ്റബിൾ ഗ്യാസ്ട്രോ റിറ്റൻസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഉണ്ട്, ഇൻട്രാ ഗാസ്ട്രിക് ഓസ്മോട്ടിക്കലി കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, അത്രയാണ് എഫർവസൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ദി മൾട്ടിപ്പിൾ യൂണിറ്റ് ഓറൽ ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. Recently, a multiple unit type of floating pills which generates carbon dioxide gas has been developed. The system consists of sustained release pills as seeds surrounded by double layers. The inner layer is an effervescent layer containing both sodium carbonate and tartaric acid. The outer layer was a swellable membrane layer containing mainly polyvinyl acetate and purified shellac. അതായത് ഡ്രഗ് പിൽസിൻ്റെ ഒരു ലെയർ എഫർവസൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും, മറ്റേ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സ്വെല്ലബിൾ മെംബ്രെയിൻസിൻ്റെ ലെയർ ആയിരിക്കും. മോർ ഓവർ ദ എഫർവസൻറ്റ് ലെയറിനകത്ത് തന്നെ സോഡിയം ബൈകാർബണേറ്റും ടാർട്ടാറിക് ആസിഡും രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. വൺസ് ഗാസ്ട്രിക് ഫ്ലൂയിഡിൻ്റെ പ്രസൻസിൽ മാത്രമേ രണ്ടും തമ്മിൽ റിയാക്ഷൻ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് നടക്കത്തുള്ളൂ. Okay, moreover, the effervescent layer was divided into two sublayers to avoid direct contact between sodium bicarbonate and tartaric acid. Sodium bicarbonate was contained in the inner sublayer and tartaric acid was in the outer layer. Okay, so the reaction was due to the carbon dioxide generated by the neutralization in the inner effervescent layer with the diffusion of water through the outer swellable membrane layer. പുറത്തുള്ള സ്വെല്ലബിൾ മെംബ്രെയിൻ ലെയർ വഴി വാട്ടർ അകത്തേക്ക് വന്ന് എഫർവസൻറ്റ് ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സോഡിയം ബൈകാർബണേറ്റും ടാർട്ടാറിക് ആസിഡും റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ഡ്രഗ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ് മൾട്ടിപ്പിൾ യൂണിറ്റ് ഓറൽ ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, the system was found to float completely within 10 minutes and approximately 80% remained floating over a period of 5 hours irrespective of the pH and viscosity of the test medium. A floating system utilizing ion exchange resins have been developed, and the system consists of resin beads which are loaded with bicarbonate and a negatively charged drug that was bound to the resin. The resultant beads were then encapsulated in a semi-permeable membrane to overcome rapid loss of carbon dioxide. Upon arrival in the acidic environment of the stomach, an exchange of chloride and bicarbonate ion took place as was expected. As a result of this reaction, carbon dioxide was released and trapped in the membrane, thereby carrying bead toward the top of the gastric content and producing floating layer of resin blood. അത് resin base ചെയ്തിട്ടുള്ള floating system വരുന്നത്. Okay. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്ലേറ്റബിൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇൻഫ്ലാറ്റബിൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ ദ റെസിഡൻസ് ടൈം ഓഫ് ദി ഡ്രഗ് ഡെലിവറി ഡിവൈസ് ഇൻ ദ സ്റ്റൊമക് ക്യാൻ ഓൾസോ ബി സസ്റ്റെയിൻഡ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് എൻ ഇൻഫ്ലേറ്റബിൾ ചേംബർ, okay, which contain the liquid that is either that gasifies at a body temperature to cause the chamber to float in the stomach. അതിൽ ലിക്വിഡ്സ് ആയിരിക്കും, ലിക്വിഡ്സ് ബോഡി ടെമ്പറേച്ചറിൽ ഗ്യാസിഫൈ ചെയ്തിട്ട് ഡ്രഗ് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഫ്ലേറ്റബിൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രാ ഗാസ്ട്രിക് ഓസ്മോട്ടിക്കലി കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആൻ ഓസ്മോട്ടിക് പ്രഷർ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി ആൻഡ് ആൻ ഇൻഫ്ലേറ്റബിൾ ഫ്ലോട്ടിംഗ് സപ്പോർട്ട് ഇൻ എ ബയോ ഇറോഡബിൾ capsule. When the drug delivery device reaches the site of drug administration, the stomach അതായത് സ്റ്റൊമക്കിൽ എത്തുന്ന സമയത്ത് the capsule quickly disintegrates to release the intragastric osmotic controlled drug delivery device.
The inflatable floating support is made from an deformable hollow polymeric bag that contains the liquid that gasifies at body temperature to inflate the bag. അതായത് ഹോളോ പോളിമറിക് ബാഗിനകത്ത് ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആ ലിക്വിഡ് ബോഡി ടെമ്പറേച്ചറിൽ ഗ്യാസിഫൈ ചെയ്യുമ്പോഴാണ് ആ ഇൻഫ്ലേറ്റബിൾ ബാഗ് സ്വെല്ല് ചെയ്ത് കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് ഇൻട്രാഗാസ്ട്രിക് ഓസ്മോട്ടിക്കലി കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ്. ഇത്രയാണ് ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലെ എഫർവസൻ സിസ്റ്റംസ് വരുന്നത്. മൾട്ടിപ്പിൾ യൂണിറ്റ് ഓറൽ ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റവും ഇൻഫ്ലേറ്റബിൾ ഗ്യാസ്ട്രിക് intestinal drug delivery system, intragastric osmotically controlled drug delivery system. ഇനി ഫ്ലോട്ടിംഗ് സിസ്റ്റത്തിൽ നോൺ എഫർവസൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.